നമസ്കാരം. പ്രധാന വാർത്തകൾ. ഉയിർപ്പിന്റെ പ്രത്യാശയിൽ ലോകമെങ്ങുമുള്ള ക്രൈസ്തവർക്ക് ഇന്ന് ഈസ്റ്റർ. പീഡാനുഭവങ്ങൾക്കും കുരിശുമരണത്തിനും ശേഷം യേശു ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ പുതുക്കി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷയും നടന്നു. 50 നോമ്പ് പൂർത്തിയാക്കിയ വിശ്വാസികൾക്ക് ഇന്ന് ആഘോഷ ദിവസമാണ്. ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ പ്രാർത്ഥനകളും ശുശ്രൂഷകളും നേരം പുലരും വരെ തുടർന്നു. എറണാകുളം തിരുവാങ്കുളം സെന്റ് ജോർജ് ദേവാലയത്തിലെ തിരുക്കർമ്മങ്ങളിൽ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യ കാർമ്മികനായി. കോട്ടയം വാഴൂർ സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ കത്തോലിക്ക ബാബയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. കേരള കർണാടക അതിർത്തിയിൽ കാട്ടാനകൾ തമ്മിൽ ഏറ്റുമുട്ടി ഒരു കാട്ടാന ചരിഞ്ഞു. പുൽപ്പള്ളിക്ക് അടുത്തുള്ള കന്നരമ്പുഴയിലാണ് ആനകൾ തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നത്. ചരിഞ്ഞ ആനയുടെ മൃതശരീരം കണ്ടെത്തിയിട്ടുണ്ട്. ഏറ്റുമുട്ടലിനെ തുടർന്ന് ചരിഞ്ഞ ആനയുടെ ശരീരത്തിൽ മുറിപ്പാടുകളുണ്ട്. ഇന്നലെ രാത്രി 7 മണിയോടെയാണ് സംഭവം നടന്നത്. ആനകൾ തമ്മിൽ ഏറ്റുമുട്ടത്തിന്റെ ശബ്ദം കേട്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇന്ന് രാവിലെയോടെയാണ് ആനയുടെ മൃതദേഹം കണ്ടെത്തിയത്. കേരള കർണാടക വനപാലകർ സ്ഥലത്തെത്തി നടപടികൾ ആരംഭിച്ചു. ലഹരി സംഘത്തിന്റെ ആക്രമണം. പോലീസ് ഉദ്യോഗസ്ഥനടക്കം 2 പേർക്ക് വെട്ടേറ്റു. കാസർഗോഡ് കാഞ്ഞിരത്തുങ്കലിലാണ് സംഭവം നടന്നത്. ബിംബുങ്കാൽ സ്വദേശി സരീഷ്, CPO സൂരജ് എന്നിവർക്കാണ് വെട്ടേറ്റത്. വിഷ്ണു, ജിഷ്ണു എന്നിവരാണ് ആക്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ സരീഷിനെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. പ്രതികൾ ഒരു അധ്യാപികയുടെ വീട്ടിലെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പെട്രോളിംഗ് നടത്തിയിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയത്. ഈ സമയത്ത് മാരകായുധങ്ങളുമായാണ് പ്രതികളായ ജിഷ്ണു, വിഷ്ണു എന്നിവർ നിന്നിരുന്നത്. വടിവാൾ ഉപയോഗിച്ച് നാട്ടുകാരെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. പോലീസുകാരെ കണ്ടതോടെ പ്രദേശവാസിയായ സരീഷിനെ കത്തി ഉപയോഗിച്ച് കുത്തുകയായിരുന്നു. സരീഷിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് CPO സൂരജിനും കുത്തേറ്റത്. സരീഷിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. രക്ഷപ്പെട്ട പ്രതികൾക്കായി തെരച്ചിൽ നടത്തുകയാണ് പോലീസ്. വളർത്തുനായ വീട്ടുവളപ്പിൽ കയറിയതിൽ തർക്കം. യുവാവിനെ അയൽവാസി വെട്ടിക്കൊന്നു. തൃശൂരിൽ കോടശ്ശേരിയിൽ അയൽവാസിയെ വെട്ടിക്കൊന്നു. കോടശ്ശേരി സ്വദേശി ഷിജു ആണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ അയൽവാസിയായ അന്തോണിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലപ്പെട്ട ഷിജുവിന്റെ വീട്ടിലെ വളർത്തുനായ അന്തോണിയുടെ വീട്ടുവളപ്പിൽ കയറിയതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് നിഗമനം. മദ്യലഹരിയിലാണ് കൊലപാതകമെന്നാണ് വിവരം. ഓപ്പറേഷൻ തിയേറ്ററിലെ ശസ്ത്രക്രിയ മൊബൈലിൽ പകർത്തി. ആശുപത്രി ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്തു. തിരുവനന്തപുരം പാറശാല താലൂക്ക് ആശുപത്രിയിലെ അനസ്തേഷ്യ ടെക്നീഷ്യൻ അരുണിനെയാണ് സസ്പെൻഡ് ചെയ്തത്. കഴിഞ്ഞ ആഴ്ചയായിരുന്നു അരുൺ ശസ്ത്രക്രിയ മൊബൈലിൽ പകർത്തിയത്. ഇത് ഡോക്ടർമാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് ചോദ്യം ചെയ്തപ്പോൾ വീട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്തെന്നായിരുന്നു അരുണിന്റെ വിശദീകരണം. ഇതിനു മുമ്പ് അരുണിനെതിരെ സമാന പരാതിയിൽ നടപടിയെടുത്തിരുന്നു. അരുൺ ആശുപത്രിയിലെ താൽക്കാലിക ജീവനക്കാരനാണ്.